കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം 12 തരം ദാനത്തിലൂടെ ദുരിതങ്ങൾ എന്തു വേണമെങ്കിൽ അകറ്റാമെന്നുള്ളതാണ്. ഇത് പല പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നമുക്ക് നോക്കി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. അതുകൂടാതെ അവരവരുടെ ജാതകവശാൽ കുടുംബവശാൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഉണ്ടാവാത്ത അവസ്ഥ വരാം. അതിന് ഉത്തമനായ ജ്യോതിഷനെ കണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് 100% ഉണ്ടാകുന്ന സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് കടക്കാം. അരി ദാനം ചെയ്തു കഴിഞ്ഞാൽ മുജ്ജന്മ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുന്ന അരി ദാനം ചെയ്യുന്നത് നല്ലതാണ്. എണ്ണ, പലവിധത്തിലുള്ള എണ്ണയുണ്ടല്ലേ, എണ്ണ ദാനം ചെയ്യുന്ന പാപശാന്തിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. ശർക്കര രോഗശാന്തിക്കായിട്ട് ദാനം ചെയ്യാൻ പറ്റുന്നതാണ്. വസ്ത്രം, സുഖം, സമൃദ്ധി ഉണ്ടാകുന്നതിനായിട്ട് വസ്ത്രലാഭം വസ്ത്രം ദാനം ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. രുദ്രാക്ഷം, മാതാ, പിത, ഗുരു, ദൈവം ഇവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതിന് രുദ്രാക്ഷം ദാനം ചെയ്യാവുന്നതാണ്. സ്വർണം, പിതൃശാപശാന്തിക്കായിട്ട് സ്വർണം ദാനം ചെയ്യാവുന്നതാണ്. വെള്ളി, സന്താനഭാഗ്യത്തിന് വേണ്ടി വെള്ളി ദാനം ചെയ്യാവുന്നതാണ്. ചെമ്പ്, തൊഴിൽ പുഷ്ടിക്കായിട്ട്, കർമ്മമേഖല പുഷ്ടിക്കായിട്ട് ചെമ്പ് ദാനം ചെയ്യാവുന്നതാണ്. അലങ്കാര വസ്തുക്കൾ എന്തായാലും സ്ത്രീശാപ ശാന്തിക്കായിട്ട് ദാനം ചെയ്യാവുന്നതാണ്. പുരുഷശാപശാന്തിക്കും ദാനം ചെയ്യാവുന്നതാണ് അലങ്കാര വസ്തുക്കൾ. വൃക്ഷത്തൈ, ദാമ്പത്യ കലഹ ശാന്തിക്കായിട്ട് വൃക്ഷത്തൈ ദാനം ചെയ്യാവുന്നതാണ്. മലര്, അവല് ഇവ ദാനം ചെയ്യുന്നത് കടം, വിവാഹ തടസ്സത്തിൽ നിന്നും മുക്തി നേടുന്നതിന് സഹായിക്കും. പാൽപ്പായസം മനഃശാന്തിയും സന്താന തടസ്സത്തിൽ നിന്നൊക്കെ സാരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ദ്രവ്യങ്ങൾ ഉത്തമനായിട്ടുള്ള ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ബ്രാഹ്മണനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള വ്യക്തിക്ക് ദാനം ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഈ കൊച്ചു കുട്ടികൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. ഈ പാൽപ്പായസമൊക്കെയാണ് കുട്ടികൾക്ക് ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ബാക്കിയുള്ള വസ്തുക്കൾ എന്തായാലും ഈ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിട്ട് ഇരിക്കുന്ന ആളിനോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്കായിട്ടോ ദാനം സമർപ്പിക്കുന്നത് ഏറ്റവും അവൻ്റെ ശക്തിക്ക് അനുസരിച്ച് 5 കിലോ അരിയാണ് സമർപ്പിക്കാൻ പറ്റുന്നത്. 5 കിലോ അരി, ഉണക്കലരി അമ്പലത്തിൽ എന്ന് നിവേദ്യമുള്ളതല്ലേ. 5 കിലോ ശർക്കര, ശർക്കര വാങ്ങിച്ച് അമ്പലത്തിൽ കൊടുക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ ആർക്ക് വേണമെങ്കിൽ ദാനം ചെയ്യാം. ഗുണമില്ലാത്തവർക്ക് വേണ്ടി, ദൈവാധീനം ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് വസ്തു പോവും, നമ്മൾ ദുരിതം പോകത്തില്ല. അപ്പോൾ ദൈവാധീനമുള്ള ഉത്തമനായിട്ടുള്ള ആർക്കെങ്കിലും ഇത് ദാനം ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാന് തന്നെ കൊടുക്കുക. ഇനിയും ഇതുപോലെയുള്ള വിശേഷങ്ങളെ കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.